ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ INDNT എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് മെഷേഴ്സിനെ കുറിച്ചാണ്. എന്താണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. അതായത് എന്താണ് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഹൈജീൻ എങ്ങനെ കീപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു ക്യാമ്പയിനായിട്ടോ അവയർനെസ് പോലെ നമുക്കത് കൊടുക്കാം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ട്രെയിനിങ്ങും കാര്യങ്ങളും നമുക്കതിന് കൊടുക്കാം. അതാണ് നമുക്ക് ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നെക്സ്റ്റ് പറയുന്നത് സർവൈലൻസ് ആൻഡ് റെസ്പോൺസിനെ കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് നമുക്ക് മോണിറ്ററിങ് ചെയ്യാം, കോണ്ടാക്ട് ട്രേസിങ് ചെയ്യാം. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനെ എങ്ങനെയാണ് അവരുടെ ഇൽനെസ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കോണ്ടാക്ട് ട്രേസിങ് ചെയ്യാം. അവരെ തന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ദിവസം നമുക്ക് അവരെ നമ്മളുടെ അണ്ടറിൽ നിർത്തുന്ന വിധത്തിൽ നമുക്ക് അവരെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിക്കോഷൻസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ജനറൽ പ്രിക്കോഷൻസ് ആണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയിൻറ്റെയിൻ ചെയ്യുക ഗുഡ് ഹൈജീൻ, ഹാൻഡ് വാഷിങ്, ഹാൻഡ് സാനിറ്റൈസേഴ്സ്, റെസ്പിറേറ്ററി ഹൈജീൻ നമുക്ക് എന്തായിരിക്കാം മൗത്തും നോസും കവർ ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു, ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ള ഇൻഡിവിജ്വൽസുമായി മാക്സിമം നമ്മൾ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പറയുന്നത് വാട്ടറിന്റെയും ഫുഡിന്റെയും സേഫ്റ്റി നോക്കുക, വെക്ടർ കൺട്രോൾ ചെയ്യുക. ഇത്രയാണ് നമ്മൾ പ്രിക്കോഷൻസ് നോർമലി എടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അടുത്തത് നമുക്ക് പേജ് നമ്പർ 52-ലെ ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് എന്താണ് അവരുടെ അസുഖം അല്ലെങ്കിൽ എന്താണ് അവരുടെ സിംറ്റം, എന്താണ് എന്നുള്ളത്, കോംപ്ലിക്കേഷൻ ആണോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് അഡ്രസ്സിംഗ് ദ അണ്ടർലൈങ് കോസ്. അതായത് എന്താണ് റീസൺ, എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു അസുഖം വന്നേ എന്നുള്ളത്, അത് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ ആണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കാം, നമ്മളുടെ എന്തെങ്കിലും ഇമ്മ്യൂൺ ഡിസീസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ അതർ കോസസ്, അതിപ്പോൾ വേറെ എന്തെങ്കിലും നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ്, ഇപ്പോൾ ഡ്രഗ്സിന്റെ എന്തെങ്കിലും റിയാക്ഷൻസോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റീസൺ ആണെങ്കിൽ ആ റീസൺ എന്താണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് സിംറ്റോമാറ്റിക് ആയിട്ടുള്ള റിലീഫ്, അതായത് ആന്റിബയോട്ടിക് മെഡിക്കേഷൻസ്, ഹൈഡ്രേഷൻ ചെയ്യുക, കൂളിംഗ് മെഷർ ചെയ്യുക. ഇതൊക്കെയാണ് സിംറ്റോമാറ്റിക് ആയിട്ട് നമുക്ക് റിലീഫിൽ ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തായിരിക്കാം, ഇപ്പൊ പാരസിറ്റമോള് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് മെഡിക്കേഷൻസ് വഴി നമുക്ക് മാക്സിമം ഈ ഒരു വന്ന ഒരു അസുഖത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കെയർ, റെസ്റ്റ്, ന്യൂട്രീഷനുകൾ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ പേഷ്യന്റിനെ കൊടുത്ത് അവരുടെ ഒപ്പം നിൽക്കണം. അതേപോലെ തന്നെ അവരെ മോണിറ്ററിങ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും നമ്മൾ അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ മോണിറ്ററിങ്ങും സിംറ്റം മോണിറ്ററിങ്ങും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സ്പെഷ്യൽ കൺസിഡറേഷൻസ് വരുന്നത് എപ്പോഴാണ്, ഇപ്പോൾ ഒരു ഫീവർ ഒക്കെ വരുന്ന സമയത്ത് സ്പെഷ്യൽ കൺസിഡറേഷൻസ് വരും നമുക്ക് ചിൽഡ്രൻസ്, ചെറിയ കുട്ടികളിൽ, അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, എന്തെങ്കിലും ഹൈ റിസ്ക് ഉള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കുറച്ചും കൂടെ സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രിവെന്റീവ് മെഷേഴ്സ്. അത് ഇപ്പോൾ ഒരു എന്തായിരിക്കാം, വാക്സിനേഷനോ കാര്യങ്ങളൊക്കെ എടുക്കുക, അതുപോലെ തന്നെ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യിക്കുക. ഇതൊക്കെ നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് അപ്പൊ നമുക്ക് എന്തിൽ വരുന്നത്, ഈ ഒരു ഫീവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പോളിയൂറിയ. അതായത് പോളിയൂറിയ ആസ് എ സിംറ്റം ഓഫ് ഡയബറ്റിസ്. ഡയബറ്റീസിന്റെ ഒരു സിംറ്റം ആണ് ഈ ഒരു പോളിയൂറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇറ്റ് ഈസ് എ മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു എക്സസീവ് യൂറിനേഷൻ. ഓക്കെ, കൂടുതലായിട്ട് യൂറിനേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിയൂറിയ എന്ന് പറയുന്നത്.
typically defined as producing more than 2.5 liters of urine per day in adults. അതായത് അഡൾട്ട്സിലാണെങ്കിൽ 2.5 ലിറ്റേഴ്സിനെക്കാട്ടിലും കൂടുതൽ യൂറിനേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റ് ഏത് സിറ്റുവേഷനിലാണ്, പോളിയൂറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ്. ഓക്കെ, അതിൽ നമുക്ക് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ്. അതെന്താണ്? അത് നമുക്ക് പല ടൈപ്പ് ഉണ്ട് അല്ലെ, ടൈപ്പ് 1, ടൈപ്പ് 2. അതിൽ ഏതിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോളിയൂറിയ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇൻ ഡയബറ്റീസ് ദ എക്സസ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് സ്പിൽസ് ഇൻ ടു ദ യൂറിൻ. അതായത് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെ നമുക്ക് യൂറിനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് പുറത്ത് കടത്തിവിടുന്നത്. അത് നമുക്ക് എന്തായിരിക്കാം, വാട്ടർ. ഓക്കെ, അത് നമ്മളുടെ വാട്ടർ ഇതിൽ ഇൻക്രീസ് ചെയ്ത് യൂറിൻ പ്രൊഡക്ഷനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അതായത് നമുക്ക് എന്താണ്, ആന്റി ഡയൂറിറ്റിക് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ആണ് അതിൽ വരുന്നത്. ADHന്റെ ഒരു ഡെഫിഷ്യൻസി വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്, റീഅബ്സോർപ്ഷൻ ചെയ്യാണ് കിഡ്നീനെ. ഓക്കെ, ഇത് നമുക്ക് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് എമൗണ്ട് ഓഫ് ഡൈലൂട്ടഡ് യൂറിനെ നമുക്ക് വിത്തൗട്ട് ഇനഫ് ADH ആണ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് അതിന്റെ മെഡിക്കേഷൻസ് ആണ്. മെഡിക്കേഷൻസ് പറയുമ്പോൾ എന്തായിരിക്കാം, ഡയൂറിറ്റിക്സ്, അങ്ങനെയുള്ള ട്രീറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ഇപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ഹൈപ്പർ ടെൻഷനോ ഹാർട്ട് ഫെയിലിയറോ ആയിട്ടുള്ള കേസുകളിൽ യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സൈക്കോജനിക് പോളിഡിസ്പിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ചില കണ്ടീഷൻസിൽ അത് സൈക്കാട്രിക് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് വരുന്നത്. ഈ ഒരു പോളിഡിപ്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ എക്സസീവ് ആയിട്ട് ഡ്രിങ്ക് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും, ആ ഒരു വാട്ടർ കണ്ടന്റ് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നെക്സ്റ്റ് വരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസുകളാണ്. ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കാം, യൂറിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അത് ഔട്ട്പുട്ടും നമുക്ക് കൂടുതലാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എക്സസീവ് ഫ്ലൂയിഡ് ഇൻടേക്ക്, അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിന്റെ അളവും വളരെ കൂടുതലാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നെക്സ്റ്റ് പറയുന്നത് ഹൈപ്പർ ഗ്ലൈസീമിയ ആണ്. കാൽഷ്യം, അതായത് ഹൈ ലെവൽസ് ഓഫ് കാൽഷ്യം ബ്ലഡിൽ വന്ന് അത് കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിച്ച് നമുക്ക് എന്താണ്, യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇത്രയാണ് അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഒരു സിംറ്റംസ്.